വേണം പൂവിളി വേണം പൂമകൾ വേണം വേണം പൂമട വേണം പൂവിളി വേണം കന്നി പൂമകൾ വേണം ഇന്ന് ഞങ്ങൾ ന്യൂൻബർഗിലായിരുന്നു. വൈകുന്നേരമായിരുന്നു കേട്ടോ. ഇപ്പൊ 9 മണിയായി. രാത്രിയില് വെളിച്ചമുണ്ട്. ഇപ്പോ 3 മണി തൊട്ട് 8 മണി വരെ ആയിരുന്നു ഇന്നത്തെ ഫുഡ് ട്രക്കിന്റെ ഞങ്ങളുടെ സ്ലോട്ട്. എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോകണം. ഞാൻ വ്ലോഗ് ഒന്നും എനിക്ക് എടുക്കാൻ പറ്റുന്നില്ല. രാവിലെ നമ്മള് ഇറങ്ങുന്നതിന്റെ തിരക്ക്, അവിടെ എത്തിക്കഴിഞ്ഞാൽ അവിടെ എല്ലാം സെറ്റപ്പ് ചെയ്യുന്നതിന്റെ തിരക്ക്. അപ്പൊ ഇന്ന് ഞങ്ങൾ പൊതിച്ചോറായിരുന്നു കൊടുത്തത്. അപ്പൊ പൊതിച്ചോറിന്റെ വീട്ടിൽ നിന്ന് തന്നെ ഞങ്ങളെല്ലാം പൊതിയെല്ലാം കെട്ടിയിട്ടല്ലേ പോകണ്ടേ. അപ്പൊ അതിന്റെ തിരക്കുണ്ടായിരുന്നു ഇന്ന് രാവിലെ. അപ്പൊ എനിക്ക് വ്ലോഗായിട്ടൊന്നും എടുക്കാൻ പറ്റിയില്ല. സോ നാളെ ഞങ്ങൾക്ക് ഡാൻസ് റിഹേഴ്സൽസ് ഒക്കെ ഉണ്ട്. മുഗ്ലൈ ഫെസ്റ്റ് ഉണ്ട് മെയ് 16-ന്. ഒരാഴ്ച 2 ആഴ്ച കൂടെ കഴിയുമ്പം. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള റിഹേഴ്സൽസ് ഉണ്ട് നാളെ. അപ്പോൾ നാളെ ഇനി അങ്ങോട്ട് പോകണം. നാളത്തെ ദിവസം അങ്ങനെ ഫുൾ തിരക്കായിട്ട് പോകും. സോ അത് ഞാൻ ട്രൈ ചെയ്യാം വീഡിയോയിലിടാൻ, ഈ വ്ളോഗിൽ തന്നെ ഇടാൻ നോക്കാം. ചിലപ്പോൾ നിങ്ങൾ ഈ വ്ളോഗ് കാണുമ്പം മുഗ്ലൈ ഫെസ്റ്റ് ചിലപ്പോൾ കഴിഞ്ഞ് കാണും. ഇല്ലായിരിക്കും തോന്നുന്നു. ഇതിപ്പം ഇന്ന് സൺഡേ ഇന്ന് സാറ്റർഡേ. ഇന്ന് എന്താ തീയതി ചേട്ടാ? ടുഡേ ഈസ് വാട്ട്? 2nd മെയ് ആണെന്ന്. കറക്റ്റ് 2nd മെയ്. ഡേറ്റ് പോലും ഓർമ്മയില്ല ഗൈസ്. അല്ല, ഇത് ചിലപ്പോൾ നിങ്ങൾ നെക്സ്റ്റ് വീക്ക് ആയിരിക്കും കാണുന്നത്. നെക്സ്റ്റ് മൺഡേ അല്ലെങ്കിൽ തേഴ്സ്ഡേ ആയിരിക്കും കാണുക. സോ മുഗ്ലയുടെ പ്രാക്ടീസ് ഒക്കെ ഉണ്ട്. അപ്പം അതിന് പോകണം നാളെ. അപ്പം നാളെ തിരക്ക്. നാളെ സൺഡേ ആണ്. നാളെ ഫുൾ തിരക്കാണ്. അപ്പം പഴയ വ്ളോഗ്സ് ഒക്കെ നിങ്ങൾ കാണും എന്ന് വിചാരിക്കുന്നു. ഇത് വീക്ക്ലി വ്ളോഗ്സ് ആണ്. എൻ്റെ പ്ലേലിസ്റ്റ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. കാണാത്തവരൊക്കെ കാണുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, പിന്നെ ഹൈപ്പും ചെയ്യണം കേട്ടോ. അപ്പോൾ ശ്രീനേട്ടനും ഞാനും അങ്ങനെ ഇന്നത്തെ കച്ചവടം എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോവാണ്. ഇറ്റ് വാസ് എ വെരി ഗുഡ് ഡേ. ഫുൾ ഡേ ഇന്ന് നല്ല ക്ലൈമറ്റ് ആയിരുന്നു. അതുകൊണ്ട് നന്നായിരുന്നു. പക്ഷെ നല്ല ചൂടായിരുന്നു കേട്ടോ. തണുപ്പുണ്ടെങ്കിൽ നല്ല തണുപ്പായിരിക്കും, ചൂടാണെങ്കിൽ ഭയങ്കര ചൂടായിരിക്കും. ബട്ട് സ്റ്റിൽ ഇറ്റ് വാസ് എ ക്വൈറ്റ് ഗുഡ് പ്രൊഡക്റ്റീവ് ഡേ. ഇനിയും വെനസ്ഡേ ആണ് ഹെർസോഗ്നാരയിൽ. നെക്സ്റ്റ് വീക്ക് മെയ് 9th ഞങ്ങൾക്ക് നമ്മുടെ ഹെർസോയിൽ ഒരു ഫെസ്റ്റിവൽ ഉണ്ട്. സൈക്കിൾ റാലിയാണ്. അപ്പം അതിനവിടെ എന്തോ ഒരു ഈവന്റ് ഒക്കെ ഉണ്ട്. സോ ഞങ്ങൾക്ക് ഇൻവിറ്റേഷൻ ഒക്കെ ഉണ്ട്. സോ അതിനുള്ള പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ ഇനി ചെയ്യണം. സോ ബാക്കി വിശേഷങ്ങൾ നാളെ. ഗൈസ്, ഹാപ്പി സൺഡേ. ഇന്ന് 3rd മെയ് ആണ്. ഇന്ന് വൈകക്കുട്ടി ഭരതനാട്യം ക്ലാസ് ജോയിൻ ചെയ്യാൻ പോവാണ്. സ്പർശക്കുട്ടിയുടെ ഭരതനാട്യം സ്കൂള് ഇന്ന് തുടങ്ങുകയാണ്. അപ്പൊ ഇന്ന് ഫസ്റ്റ് ക്ലാസ് ആണ് വൈകക്കുട്ടിയുടെ. അപ്പൊ ഉച്ചയാവുന്നു. 12 മണിക്കാണ് അവളുടെ ക്ലാസ്. അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. ഞാനിങ്ങനെ വേഷം കെട്ടി നിൽക്കുന്നത് ഇന്ന് ഞങ്ങൾക്ക് ഡ്രസ് റിഹേഴ്സൽ ഉണ്ട് മുഗ്ലൈ ഫെസ്റ്റിന്റെ വേണ്ടിയിട്ട്. അപ്പം വൈകക്കുട്ടിയുടെ ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് 2 മണിക്ക് വേറെ ഒരു ഹാളിലാണ് ഇന്ന് ഫുൾ കോസ്റ്റ്യൂം ഒക്കെ ഇട്ടിട്ടുള്ള റിഹേഴ്സലാണ്. ഞാൻ സെറ്റ് സാരി ഒക്കെ ഉടുത്തിട്ടാണ് പോണത്. മുടിയൊക്കെ തന്നെ ഓൾറെഡി അഴിഞ്ഞു പോയി. ഇനി അവിടെ പോയിട്ടൊന്ന് സെറ്റ് ആക്കണം. അപ്പോൾ ഇപ്പൊ സമയം 11:30 ആവുന്നു. 12 o'clock വൈകക്കുട്ടിയുടെ ക്ലാസ് തുടങ്ങുന്നത്. അപ്പൊ ഞങ്ങൾ പെട്ടെന്ന് പോവാം. അപ്പൊ വന്നിട്ട് പിന്നെ ഡ്രസ്സ് മാറി പോകാനുള്ള സമയമില്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെ കത്തി വേഷത്തിൽ പോവാണ് ഗൈസ്. സോ വെൽക്കം വൺസ് അഗൈൻ ടു നോർത്ത് ഇന്ത്യൻ മല്ലൂസ് വീക്ക്ലി വ്ളോഗ്. ഇന്നത്തെ വ്ളോഗിൽ ഞാൻ നമ്മുടെ ഡാൻസ് റിഹേഴ്സലും വൈകക്കുട്ടിയുടെ ഭരതനാട്യത്തിന്റെ ഫസ്റ്റ് ഡേ ഒക്കെ കൂട്ടിച്ചേർത്തിട്ടുള്ള ഒരു വ്ളോഗായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഒന്നും കൂടി എൻ്റെ വ്ളോഗിലേക്ക് സ്വാഗതം.
അങ്ങനെ ഡാൻസ് ക്ലാസ് ഒക്കെ കഴിഞ്ഞ് വന്നു കേട്ടോ. റിഹേഴ്സലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. എല്ലാം ഭയങ്കര റഷായിരുന്നു കേട്ടോ. കോസ്റ്റ്യൂമൊക്കെ ഇട്ടിട്ടല്ലായിരുന്നു എന്നിട്ട്. പക്ഷെ ഞാനും നമ്മുടെ കേരള സാരിയൊക്കെ കൊടുത്തിട്ടാണ് പോയത്. ഇതല്ല ആക്ച്വലി ഞങ്ങളുടെ ഡാൻസ് കോസ്റ്റ്യൂം വേറെയാണ്. ഐ മീൻ പിങ്ക് ബ്ലൗസ് തന്നെ, പക്ഷെ വേറെ കേരള സാരിയൊക്കെ. ഇന്ന് ഡ്രസ് റിഹേഴ്സലായിരുന്നു, അതുകൊണ്ട് ഇങ്ങനെയാണ് ഞങ്ങൾ പോയത്. കുട്ടികളുടെയും കോസ്റ്റ്യൂമൊക്കെ ഇട്ട് റിഹേഴ്സൽ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾക്കത് എൻ്റെ വ്ളോഗിലത് കണ്ടു കഴിഞ്ഞാൽ ഈവെൻ്റ് ദിവസം നമ്മളത് ക്യാപ്ചർ ചെയ്യുമ്പോൾ അതിൻ്റെ ആ ഒരു ഫസ്റ്റ് ടൈം പോകുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനത് വീഡിയോയിൽ വ്ളോഗിൽ എടുത്തില്ല. സോ അങ്ങനെ പരിപാടിയെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്നു. നല്ല ക്ഷീണമുണ്ട്. ഇന്ന് രാവിലെ ഇറങ്ങിയതാണ്. 10:45 11 ഓൾമോസ്റ്റ് 11 ഒക്കെ ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. ഇപ്പം സമയം 5 മണിയായി ഗൈസ്. സോ അങ്ങനെയായിരുന്നു ഇന്നത്തെ ദിവസം. ഒത്തിരി ഒന്നും വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഇത് കണ്ടില്ല എൻ്റെ ഡാൻസിൻ്റെ മോതിരമൊക്കെ. എനിവേസ് ഈ വ്ളോഗ് ഞാൻ ഇവിടെ നിർത്തുന്നു. പുതിയ വ്ളോഗായിട്ട് അടുത്ത ആഴ്ച കാണാം. അതുവരെ എല്ലാവരും നന്നായിട്ടിരിക്കുക. ടേക്ക് കെയർ ആൻഡ് ബൈ.